പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നൊരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. അത് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമല്ലോ. വഴിയിലൂടെ നടന്നു പോകുന്ന നേരത്ത് വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണും. അല്ലെങ്കിൽ ഉച്ചവെയിലിൻ്റെ ആ ഒരു പൊള്ളലേറ്റുകൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യരെ കാണും. തളർന്നു വീണിരിക്കുന്നവരെ കാണും. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കാണും. ഇങ്ങനെ മുടന്തി നടക്കുന്നവരെ കാണും. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. വീട്ടിൽ ചെന്നിട്ട് നടയിൽ നിന്നുകൊണ്ട് കർത്താവ് കണ്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ, ഈ കണ്ടുമുട്ടിയ ഓരോരുത്തർക്കും വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ നമുക്ക്. കർത്താവ്, എനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല, നീ നോക്കിയേക്കണേ. പുറത്തോട്ടൊന്നും പോവണ്ട, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവെ, മടുത്തു, ഇതൊക്കെ ചെയ്ത് മടുത്തു, എല്ലാം ചെയ്ത് എൻ്റെ കഴിവിനപ്പുറം ഞാൻ ചെയ്തു നോക്കി, ഒന്നും ശരിയാവണില്ല, നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കൊൺറാടെന്ന് പറയുന്ന തുണ സഹോദരൻ തൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ കേട്ടിട്ട് തൻ്റെ മുറിയിൽ ചെന്ന് അവിടെ തുളച്ചു വെച്ചിരിക്കുന്ന ദ്വാരത്തിലൂടെ ദിവ്യസക്രാരിയിലേക്ക് നോക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യൻ. പിന്നെ വിശുദ്ധ കൊർണാടായിട്ട് മാറുന്നതിൻ്റെ കാരണം അയാൾ ഇവരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്തിട്ട് അത് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി കൊടുത്ത ആ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു പാലം കണക്കെ കർത്താവിനും പ്രിയപ്പെട്ടവർക്കും മധ്യ ഒന്ന് നിന്നു കൊടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം പറയാൻ. എത്രയോ മനുഷ്യരുടെ കാര്യങ്ങളുണ്ട്, എത്രയോ മുഖങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എത്രയോ പ്രയാസപ്പെടുകയും തളർന്നു പോവുകയും ചെയ്ത മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം അവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഒരു കാര്യം പറയേണ്ട കർത്താവിനോട്, ഒന്നും പറയേണ്ട, ഒരാവശ്യവും പറയേണ്ട, അവരെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഓരോരുത്തരെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയുമായി കർത്താവെ ആശീർവദിക്കണമേ എന്ന്, അവരെ ഓരോരുത്തരെയും സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി അവരെയും സമർപ്പിച്ച് അവരോടൊപ്പം നമുക്ക് മുട്ടിന്മേലായിരിക്കാം.